ഹലോ. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് നെഗറ്റീവ് ആക്കാം, നെഗറ്റീവായിട്ട് നെഗറ്റീവ് വൈബ് ഉണ്ടാക്കാം. അപ്പോൾ ആ പ്രദേശം ആ സ്ഥലം ആ കേടുന്നു മലീമസായി. കാരണം ഇപ്പോൾ ഒരു ഫാദറ് മദറ് മക്കള് എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമാണല്ലേ. ആ കുടുംബത്തിൽ അവരെങ്ങനെ കുടുംബമായി നിലനിൽക്കുന്നത് അവർക്ക് മാനസികമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഒരാൾക്ക് ഫാദറ് മദറ് അല്ലെ സിസ്റ്റർ ബ്രദർ എന്നൊക്കെ പറയുമ്പോൾ അവരോടുള്ള മാനസികമായിട്ട് അറ്റാച്ച്മെന്റ് ആണ് ആ ബന്ധങ്ങൾ നിലനിൽക്കുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ ഈ മാനസിക അറ്റാച്ച്മെന്റ് പോയാൽ പോയി, പിന്നെ അത് ഒരിക്കലും തിരിച്ചു വരില്ല. ഇപ്പോൾ ഒരു കുട്ടീനെ പറയാൻ അവർ നേരിട്ട് പറയില്ല. അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി മീറ്റിംഗ് കൂടിയിട്ട് ഇങ്ങനെ മറ്റേ അയാൾ അങ്ങനെ എങ്ങനെ മറ്റേ എങ്ങനെയാണ് അയാൾ ഇങ്ങനെ വിളിച്ചാട്ടും അങ്ങനെ പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അയാളെ പറ്റി ഇകഴ്ത്തി പിന്നെ ഈ കുട്ടികളെ മനസ്സിലുണ്ടാവും വെച്ചാൽ ഇയാളെ പറ്റിയൊരു പുച്ഛം എന്ന് പറഞ്ഞാൽ വെറും ഒരു കീട. വെറുപ്പല്ല, വെറുപ്പിന് വലിയ പ്രശ്നമില്ല, ഇത് വെറുപ്പല്ല, അത് കീട. അയാൾ ഒരു ഒന്നുമല്ല എന്നുള്ള ഒരു വിചാരം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധങ്ങൾ പോയി, പിന്നെ അത് ഒരിക്കലും തിരിച്ചില്ല. അങ്ങനെ കുട്ടീൻ്റെ മനസ്സിൽ അങ്ങനെ ബന്ധം ഉണ്ടാക്കി അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയാൽ അത് കുട്ടി ആ ബന്ധങ്ങൾ തകർന്ന് പിന്നെ അത് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. അപ്പം ഇത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ തലമുറകളൊന്നും നിലനിൽക്കും. ഇപ്പൊ ഇവരിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇതാക്കിയിട്ട് വിടക്കാക്കില്ലേ, കാണാതെ ചെയ്തിട്ട് ബന്ധങ്ങൾ വിടക്കാക്കുമ്പോൾ എന്താ വെച്ചാൽ പിന്നീട് അത് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലേക്ക് കിടന്നു ആകെ. പിന്നെ ഈ മാത്രമല്ല, ഒരു വീട്ടിലിപ്പം ഇവരങ്ങനത്തെ ഒരാൾ താമസിച്ചാൽ ആ വീടേ നെഗറ്റീവ് ആയി പോകും. പിന്നെ ആ വീട്ടിൽ പിന്നെ ഇയാൾ പോയാലും അതോടെ നിലനിൽക്കും. അങ്ങനെ ഒരു നെഗറ്റീവ് വൈബ് ആ വീട്ടിലുണ്ടാവും. അവിടെ താമസിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യുക വെച്ചാൽ കഴിയുന്നത്ര ഒരിടത്തുനിന്ന് അകന്ന് നിൽക്കുക. ഒന്നുമില്ല അവരോട് പറഞ്ഞേക്കുക, അല്ലെങ്കിൽ അകന്ന് നിൽക്കുക, അല്ലെങ്കിൽ വീട് മാറുക. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ മരിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള സ്ഥലത്ത് നമ്മൾ മരിച്ചാൽ ഇപ്പോൾ ഒരാളെ നമ്മൾ പുഴി ചത്താൽ അല്ലെങ്കിൽ ഒരു കോഴി ചത്താൽ നമ്മളെങ്ങനെ ഫീൽ ചെയ്യാം നമുക്ക്? അതേമാതിരി ഫീലിംഗ് ആയിക്കൊണ്ടുണ്ടാവുക, വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവിടുത്തെ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് മരിക്കുന്നതിന് മുമ്പ് അവിടുന്ന് മാറിക്കളണം, മാറിയിട്ട് വേറെ പോയിട്ട്. കാരണം ഇത് ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. ഇത് പരിഹാരമില്ല, നമ്മൾ എന്ത് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. കാരണം നമ്മൾ കാര്യം പറയുമ്പം അത് വേറെ ആൾ സ്വീകരിക്കണമെങ്കിൽ ആ ആൾക്ക് നമ്മളെ പറ്റി വില വേണ്ടേ. ആ വില പോയാൽ പിന്നെ അങ്ങനെ പിന്നെ അയാൾ പറഞ്ഞു കേൾക്കൂലല്ലോ. അപ്പം നമ്മൾ എന്ത് വിവരിച്ചിട്ടും അതിന് എന്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നന്നാക്കാൻ നോക്കിയാലും നടക്കൂലേ. കാരണം അത്ര വിധത്തിൽ ഡാമേജ് ആക്കി വർഷങ്ങളോളം നിർത്തി ഈ കുട്ടികളെ വളർന്നു വരുമ്പോൾ തന്നെ വിഷം ഇങ്ങനെ കയറ്റി കൊടുക്കുക, കുറച്ചായിട്ട് കയറ്റി അവരെല്ലാം ഇവരുദ്ദേശിക്കുന്നത് വളരെ വേറെന്തോ കാര്യത്തിൽ. ഇവരുദ്ദേശിക്കുന്നത് ഇവരെല്ലാം അകന്നു നിന്നാൽ എനിക്കിവിടെ എൻ്റെ പ്രശ്നം കൂടും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സാമ്പത്തിക കാര്യങ്ങളുണ്ട്, കുറേ അടിച്ചു മാറ്റാൻ പറ്റും, ഇതൊക്കെയാണ്. അങ്ങനെ അടിച്ചു മാറ്റിയിട്ടുണ്ട്, കുറേ അടിച്ചു മാറ്റി കോടിക്കണക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ ഈ തിരുവണ്ണൂർ കോവിലകത്തെ അശ്വതി തമ്പുരാട്ടി, ഈ തമ്പുരാട്ടി എൻ്റെ കൂടെ പഠിച്ചതാണ്. എൻ്റെ അതേ പ്രായം, 73 വയസ്സായി. അവർക്ക് 5 മക്കളും 4 മക്കളായിട്ടുണ്ട്. ഈ മക്കളൊക്കെ പിന്നെ വലുതായി, അവരൊക്കെ ഇപ്പം നല്ല പൊസിഷനിൽ അമേരിക്കയിലും UK ഒക്കെയാണ് അവർക്ക് നല്ല നല്ല പൊസിഷനിൽ നല്ല സാമ്പത്തിക സ്റ്റാറ്റസിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്ക് ഈ തമ്പുരാട്ടിയിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താ വെച്ചാൽ അവിടെ ഒരു നായർ സ്ത്രീ ഉണ്ടായി കാര്യസ്ഥയായിട്ട്. അവരെ ഇവരൊക്കെ അവിടെ അവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അപ്പോൾ ഈ തമ്പുരാട്ടി ഇതിൻ്റെ ഇടയ്ക്ക് തമ്പുരാട്ടിൻ്റെ അമ്മക്ക് സുഖമില്ലായിട്ട് പുറത്തുപോയി. ഇവിടെ കൊട്ടാരത്തിൽ ഇല്ലായിരുന്നു, കുറേ കാലം ഈ കോവിലകത്തായിട്ടില്ലായിരുന്നു, ഒരു കൊല്ലത്തോളം. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ സ്ത്രീയാണ് എല്ലാം നോക്കിയിരുന്നത്. അപ്പോൾ ഈ സ്ത്രീ എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ പറഞ്ഞ് തിരിച്ച് എന്തൊക്കെയോ കയറ്റിയിട്ട് അവർ മനസ്സിലാകെ വിഷം കയറ്റിയിട്ട് ആ കുട്ടികൾക്ക് തന്നെ ഈ അമ്മ ഇല്ല, അമ്മ എന്ന ആളെ ആ കുട്ടീൻ്റെ മനസ്സിലില്ല. ആ കുട്ടീൻ്റെ മനസ്സിലുള്ളതൊക്കെ വേറെ ഈ സ്ത്രീയാണ്. അങ്ങനെ ആ പറ്റൺ മാറ്റിയിട്ട് എല്ലാം നെഗറ്റീവ് ആക്കാൻ. അപ്പം അങ്ങനെ പിന്നെ തമിഴ്നാട്ടിൽ ഇവിടെ വന്ന് ഇവിടെ ഇപ്പോഴും ഉണ്ട്, കോവിലത്ത് താമസിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് മക്കൾ 4 ആളും അവർക്ക് യാതൊരു ബന്ധമില്ല. അവരൊക്കെ ഓരോ രാജ്യത്ത് ജീവിക്കാതെ ഇവർക്ക് ആരുമില്ല. പിന്നെ മറ്റേ സ്ത്രീ മരിച്ചുകയും ചെയ്തു, ആ കാര്യസ്ഥയായിട്ട് വന്ന സ്ത്രീ മരിച്ചുകയും ചെയ്ത്. തമ്പുരാട്ടിൻ്റെ ഭർത്താവും തമ്പുരാട്ടിയുടെ ബന്ധം വളരെ മോശമായി ഈ സ്ത്രീയുടെ കാരണം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കാണില്ല. ആ സ്ത്രീ നല്ലൊരു സ്ത്രീയാണ്, നമ്മൾ അത് ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല. അത് ഉള്ളിൽ കൂടി ചെയ്തിട്ട് അടിക്കൂടി തിറക്കുക, ഇതാണ് പരിപാടി. അപ്പോൾ അവസാനം ഇപ്പം തമ്പുരാട്ടി അങ്ങനെ ജീവിക്കണ്ടേ. നമുക്ക് ഇപ്പോൾ 73 വയസ്സായി. ഭയങ്കര മ്യൂസിക്കിൻ്റെ ഭയങ്കര അഗ്രാണിയൊക്കെ, ഒരുപാട് മ്യൂസിക്കിനെ പറ്റി ഭയങ്കര പഠിച്ച ആളാണ്. ഈ ക്ലാസിക്കൽ മ്യൂസിക്കിനെ പറ്റിയിട്ട് അനുഭവ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പുസ്തകം എനിക്ക് തോന്നുന്നു അത് പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിൻ്റെ അവാർഡിന് വേണ്ടിയിട്ട് പിന്നെ
റെക്കമെൻഡ് ചെയ്യപ്പെട്ട ബുക്കാണ്. അപ്പോൾ അത്രയും വലിയ കഴിവുള്ള ഒരു സ്ത്രീയാണ്. 73 വയസ്സ്, ഇപ്പം നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പം ഞാൻ ഒരു ഫ്രീ ബേർഡാണ്, എനിക്ക് ഏത് ജില്ലയിൽ നിന്ന് ഏത് ജില്ലയിലേക്കും പറക്കാം, അത്രയും സുഖമായിട്ട് നല്ല അറിയുണ്ട്, അറിയേണ്ടതുകൊണ്ട് പ്രശ്നമില്ല. നല്ല പാട്ടുകാരിയാണ്, ഇപ്പം നല്ല പാടും. പിന്നെ പാട്ടിനെ പറ്റി നല്ലോണം പഠിച്ച ഒരാളാണ്, അങ്ങനത്തെ ആളാണ്. അപ്പോൾ അങ്ങനെ അത് പിന്നെ അങ്ങനെ ജീവിച്ചു. അതിൻ്റെ അങ്ങനെ ശീലമായി. ആരുമില്ല, എല്ലാവരും ഈ സ്ത്രീ മറ്റാ സ്ത്രീ എല്ലാം ഏർപ്പെടുത്തിയെന്ന് അതിനെ ഒറ്റക്കാക്കിയെന്ന്. അപ്പോൾ ആ കോവിലകത്ത് അതും പിന്നെ കുറച്ച് പണിക്കാരും ഉണ്ട്, എല്ലാം വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ജീവിച്ചു പോകും. അപ്പോൾ അതെന്താ വെച്ചാൽ അത് അങ്ങനെ ആവുന്ന ഇങ്ങനത്തെ ഒരാൾ വന്നിട്ടാണ്. ഇങ്ങനത്തെ ആൾ വന്ന് ഇതെല്ലാം അകറ്റിക്കളും, ആകെ ഡാമേജ് ഒക്കെ. അതിൻ്റെ കൂടെ സാമ്പത്തികമായിട്ടുള്ള വീക്ക്നെസ്, നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ തകരും. അങ്ങനെയാണ് എല്ലാവരും സ്ഥിതി. അപ്പം മറ്റാളോ ഈ ചെയ്യുന്ന സ്ത്രീ, അവൾ സാമ്പത്തികമായിട്ടാണ് നല്ല പൈസ ഉണ്ടാക്കി കോടികളൊക്കെ ഉണ്ടാക്കിയിട്ട് അവളാണ് പോകും. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നമാണ്. അപ്പം നിങ്ങളെ വീട്ടിലോ പരിസരത്തോ ആരെങ്കിലും ഇങ്ങനെ ആളുടെയിൽ ഒന്നിൽ അയാളെ ഒഴിവാക്കാൻ പുറത്തേക്ക് ദൂരെ കയറിയ, അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക. രക്ഷപ്പെട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുക. പ്രത്യേകിച്ച് മരിക്കാനായ സമയമാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സ്ഥലത്ത് മരിക്കരുത്. മരിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഓരൊക്കെ എല്ലാവരും തൽക്കാലം എല്ലാവരും കാര്യമൊക്കെ ചെയ്യെങ്കിലും ശരിക്കും നിങ്ങൾക്കൊരു പുഴു ചത്ത വില ഉണ്ടാവില്ല. പുഴു ചത്ത ആരെയും സ്മെൻഡ് ചെയ്യോ, അതേ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക, അങ്ങനത്തെ ആളുകളെ വളരെ വളരെ സൂക്ഷിക്കുക. ഇത് നിങ്ങളെ ലൈഫ് മാത്രമല്ല, നിങ്ങളെ അടുത്ത തലമുറ, അതിൻ്റെ അടുത്ത തലമുറ എല്ലാം കേടെടുക്കുന്ന ആൾക്കാരെ അവർ നല്ല ആൾക്കാരെ നടക്കും. അപ്പോൾ അവരിൽ നിന്ന് കഴിയുന്നത്ര രക്ഷപ്പെടുക. മനസ്സിലായില്ലേ? ഇതിന് പല പേരുകളുണ്ട്. അപ്പോൾ ഈ പേരുകൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പിന്നെ മന്ത്രവാദം, പല വിധത്തിലുള്ള മന്ത്രവാദികളുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ മന്ത്രവാദികളും അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല, വെറുതെ ഒരു വിശ്വാസം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ കോഴിക്കോട് പറഞ്ഞാൽ പിന്നെ ദുർമന്ത്രവാദികൾ എന്ന് പറഞ്ഞ ഒരു വർഗമുണ്ട്. അതുപോലെ തന്നെ നല്ല മന്ത്രവാദികൾ എന്ന് പറഞ്ഞ ഒരു വർഗമുണ്ട്. ഈ നല്ല മന്ത്രവാദികൾ എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ അവർക്ക് ചെറിയ പൈസ കൊടുത്താൽ മതി, 50 റുപ്യ 100 റുപ്യ കൊടുത്താൽ പല കാര്യങ്ങൾ മന്ത്രിച്ചു തരും. എന്നാൽ മറ്റേ ഈ ദുർമന്ത്രവാദികൾ എന്താ പറയുക, അവർ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണല്ലേ, അവർക്ക് ഭയങ്കര ചാർജാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു സ്ത്രീ വേറെ വീട്ടിലേക്ക് വിരുന്ന് പോകണം, അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ 1 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും കയ്യിൽ പാക്കറ്റ് കരുതിയും. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ അത് അവിടെ ഗിഫ്റ്റ് അങ്ങനെ കൊടുക്കും, അരിയും പഞ്ചസാരയും ഗിഫ്റ്റ് കൊടുക്കും. അപ്പം എന്താ സംഭവിച്ചാൽ ഇവർ അവിടുത്തെ ഒരു ദുർമന്ത്രവാദി മന്ത്രിക്കാൻ അതിനെത്ര ചാർജ് ചെയ്യണം? 10,000 റുപ്യ. ഈ പിന്നെ പഞ്ചസാരയിലും അരിയിലും മന്ത്രിച്ചു വിടാൻ വേണ്ടി 10,000 റുപ്യകൾ വാങ്ങുന്നത്. അങ്ങനെ ഒരു ദിവസം 10-15 ആൾക്കാരൊന്നും എത്ര ലക്ഷങ്ങൾ റുപ്യ കിട്ടുന്നത്. എന്നിട്ട് ഈ സ്ത്രീ അതായിട്ട് പോയിട്ട് അവരെ അരിയിലും പഞ്ചസാരയും ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകെ പ്രശ്നമാകുമെന്നാണ് വിശ്വാസം. വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല, എന്നാലും അങ്ങനെയാണ് അവരുടെ വിശ്വാസം. അപ്പം ഇതിന് വലിയ ഫീസ് വാങ്ങുവർ. ഇപ്പോൾ 10,000 റുപ്യ കൊടുത്തിട്ടാണ് ഇതിപ്പോൾ ഈ അരിയും പഞ്ചസാരയും മന്ത്രിച്ച്. അപ്പോൾ അങ്ങനെ പോയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിലെ പ്രശ്നം ചില അങ്ങനെ സംഭവിക്കുമ്പോൾ ആ അരിയും പഞ്ചസാര അവിടെ തിന്നാൽ അവർക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ലോജിക്കലായിട്ട് സംഭവിക്കാൻ പറ്റാത്ത കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവർ ഈ ചെയ്യുന്ന ആൾക്കാർ അവരുടെ മനസ്സ് പറഞ്ഞാൽ ഭയങ്കര ദുഷ്ട മനസ്സിനെ കൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്. അല്ല അങ്ങനെ ഉദ്ദേശത്തിൽ കാര്യം ചെയ്യണമെങ്കിൽ ആ ഉദ്ദേശം മനസ്സിൽ എത്ര ദുഷ്ടത്തരല്ലേ. ഒരു സ്ഥലത്തേക്ക് വിരുന്ന് പോയിട്ട് അവിടുത്തെ ആളുകളെ തറക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോകുന്നത്. അപ്പം എന്താ ആ ഉദ്ദേശം ഒരു ടെലിപ്പതിക് എഫക്റ്റ് ആയിട്ട് നമുക്ക് ബാധിക്കാൻ ഉണ്ട്. ഒരാൾക്ക് മനസ്സ് ദുഷ്ടത്തരമുള്ള ആൾ നമ്മുടെ അടുത്ത് വന്നാൽ ആ ദുഷ്ടത്തരം നമുക്ക് കൂടി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സംഭവിക്കില്ല നമുക്കറിയില്ല, അങ്ങനത്തെ സയൻറ്റിഫിക് ആയിട്ട് യാതൊരു എവിഡൻസും ഇല്ല. പക്ഷേ ഇതിനിങ്ങനെ കുറേ ആൾ ഇവിടെ കോഴിക്കോടുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങനെ ഈ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല മന്ത്രവാളി പറയുന്ന ആൾക്കാരുണ്ട്, ഒക്കെ കണക്കാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വിശ്വാസപരമായിട്ട് ഇതാണെങ്കിലും ഇതിലൊക്കെ പല നമുക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അപ്പം ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ സൂക്ഷിക്കുക. അങ്ങനത്തെ ആളുകൾ അവർ അതല്ലേ വേറെ വിത്ത് കൂടി അടി കൂടി പറഞ്ഞ് സംസാരിച്ച് മറ്റുള്ളവരൊക്കെ ഇകഴ്ത്തി നമ്മളില്ലാത്തപ്പോൾ നമ്മളെ പറ്റി നിങ്ങളുടെ വീട്ടിലില്ലാത്തപ്പോൾ നിങ്ങളെ പറ്റിയ ആളിങ്ങനെ 2-3 ആൾക്കാർ സംസാരിക്കുക, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതങ്ങനെയാണ്, അയാൾക്ക് മനസ്സിലാവില്ല, ഇതില്ല മറ്റേ പറഞ്ഞാൽ പിന്നെ ഈ അവിടെ ഇരിക്കുന്ന ആളുകളിലൊക്കെ നിങ്ങൾ വില പോയി അല്ലേ. പ്രത്യേകിച്ച് കുട്ടികളാണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും മനസ്സിൽ. പിന്നെ അവർക്ക് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവർക്ക് യാതൊരു റെസ്പെക്റ്റും ഒന്നും ഉണ്ടാവില്ല. കാരണം ഇവർ ഒന്നിനും കൊള്ളാത്ത ആളുകളെന്ന് അവരെ മനസ്സിലുള്ള വിചാരം അങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്നത്. മനസ്സിലല്ലേ? അപ്പം ഇങ്ങനത്തെ ആളുകൾ ഇപ്പം നിങ്ങൾ അങ്ങനത്തെ ആളുകൾ അടുത്ത വീട്ടിലോ എവിടെയുണ്ടെങ്കിൽ അവരൊരു 5 കൊല്ലോ 10 കൊല്ലോ അവിടെ നിന്നാൽ നിങ്ങളെ ജീവിതം കഴിഞ്ഞു പോയി. മനസ്സിലല്ലേ? പിന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള വഴിയില്ല. നിങ്ങളെ മക്കളും കുടുംബക്കാരും എല്ലാം നഷ്ടപ്പെട്ട്. മനസ്സിലായില്ലേ? എന്തെല്ലാം എഫക്റ്റ് ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരുള്ളടത്തുനിന്ന്
ഒന്നുകിൽ അവരെ ദൂരത്തേക്ക് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് വിട്ടു പോവുക. എന്നിട്ട് ആ വീടേ പിന്നെ ഉപയോഗിക്കുന്നത്, വീടേ ഒഴിവാക്കണം. വീട്ടിലെ ആകെ ഇൻഫെക്ട് നെഗറ്റീവ് ഫീലിംഗ് ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പാണക്കാട് തങ്ങളെ വീട്ടിൽ പോയി നോക്കിയോ, പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ പോയാൽ ആ സിറ്റ് റൂമിൽ ഇരുന്നാൽ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. ആകെ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് തരും എനിക്ക്. കാരണം വെച്ചാൽ അവിടെ നെഗറ്റിവിറ്റി ഇല്ല, ഇതിലെ നെഗറ്റീവ് വൈബ് അവിടെ ഇല്ല. അതൊക്കെ കാരണം വെച്ചാൽ അവർ ഇതൊക്കെ അറിയുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യും. അവർക്ക് ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഒന്നും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു പൊളിറ്റിക്സ് ഉണ്ടായതുകൊണ്ട് പല വിധത്തിലുള്ള കള്ളന്മാരും ദുഷ്ടന്മാരും അവിടെ വരും. അവിടെ വന്നിട്ട് അവർ വേണിച്ച് തങ്ങന്മാർ ഏട്ടനെ അണിയൊക്കെ വേറെ ആക്കാൻ ശ്രമിക്കും അല്ലേ, ഭയങ്കര ശ്രമങ്ങൾ നടക്കും. പക്ഷെ ഒന്നും അവിടെ ബാധിക്കില്ല, കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയാം. അതിനുള്ള എല്ലാ പ്രതിവിധികളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ പ്രതിവിധിയും പ്രൊട്ടക്ഷനും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ എല്ലാം ബാധിക്കും, നമ്മളെ ജീവിതം പോവും, നമ്മളെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഇങ്ങനത്തെ ആളുകളെ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയാൽ അത് അവരൊക്കെ നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. കാരണം അവർ സീക്രട്ടായിട്ട് ചെയ്യുക, പക്ഷെ അവരുടെ റിസൾട്ടുകൾ വരുമല്ലോ, അപ്പം മനസ്സിലാകാം ഇത് മൊബൈൽ റിസൾട്ടുകൾ നമ്മൾ കാണാമല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ അവരിൽ നിന്ന് വിട്ടുപോകാൻ രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവരെ പിന്നെ ദൂരത്തേക്ക് പറഞ്ഞേക്കാം. എന്നിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താക്കുക വെച്ചാൽ നിങ്ങൾ മരിച്ചു പോലെ ബുദ്ധി, മരിക്കാൻ നേരത്തെ നിങ്ങൾ അങ്ങനത്തെ സ്ഥലത്ത് താമസിക്കരുത്. കാരണം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യൻ്റെ വിലയില്ല, അവിടെ പുഴുവിൻ്റെ വിലയുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. പിന്നെ സൂക്ഷിച്ച് ജീവിക്കുക. ഇൻഷാ അല്ലാഹ് പഠിച്ചവൻ എല്ലാ ഇങ്ങനത്തെ ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.